പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ക്വസ്റ്റ്യൻ ടാക്സിൽ ഇമ്പരേറ്റീവ് സെന്റൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സാധാരണ PSC പരീക്ഷകളിൽ അസർട്ടീവ് സെന്റൻസ് പോലെ അഥവാ സ്റ്റേറ്റ്മെന്റ് പോലെ കൂടുതൽ ചോദ്യങ്ങൾ ഇമ്പരേറ്റീവ് സെന്റൻസിൻ്റെതായി വരാറില്ല. ഇമ്പരേറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത് താരതമ്യേന കുറവാണ്. അതിനുള്ളൊരു പ്രധാന കാരണം ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്തുക എളുപ്പമാണ് എന്നതാണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഒന്നുകൂടി പറയാം. വേർബിന്റെ ഒന്നാമത്തെ ഫോമിൽ തുടങ്ങുന്ന സെന്റൻസിനെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇമ്പരേറ്റീവ് സെന്റൻസിൽ നെഗറ്റീവിൽ മാത്രമാണ് തുടക്കത്തിൽ ഡോണ്ട് എന്നുള്ള ഒരു ഓക്സിലറി വേർബോട് കൂടിയ സെന്റൻസ് വരുന്നത്. നോട്ടിന്റെ കൂടെ ഡു ചേർക്കല് അഥവാ ഓക്സിലറി ചേർക്കല് നിർബന്ധമായത് കൊണ്ടാണ് ഇവിടെ ഡു ഉപയോഗിക്കുന്നത്. വെറും നോട്ട് ഉപയോഗിച്ച് നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട്. അതിനർത്ഥം ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ തുടക്കത്തിൽ നെഗറ്റീവിൽ വരുന്ന ഡു ഒഴികെ, ഡു നെഗറ്റീവിൽ മാത്രമല്ല പോസിറ്റീവിൽ ഉപയോഗിക്കാം. പക്ഷെ പോസിറ്റീവിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. സാധാരണ ഇതിൽ നെഗറ്റീവിലാണ് വരാറ്. അങ്ങനെ വന്നാൽ, അങ്ങനെ പറഞ്ഞാൽ ഡു ഒഴിച്ച് നിർത്തിയിട്ടുള്ള മറ്റൊരു ഓക്സിലറി വേർബും ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ തുടക്കത്തിൽ വരില്ല. ഇക്കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മിക്കുക. ഇമ്പരേറ്റീവ് സെന്റൻസിൽ തുടക്കത്തിൽ വരുന്ന വാക്ക് വേർബിന്റെ ഒന്നാമത്തെ ഫോം ആയിരിക്കും. നമ്മൾ ബേസ് ഫോം എന്ന് പറയുന്ന ഫോം. അതിന്റെ മറ്റൊരു പേരാണ് ഇൻഫിനിറ്റീവ്. അതിൻ്റെ കൂടെ, ആ വേർബിന്റെ കൂടെ നെഗറ്റീവിൽ മാത്രമേ ഡു വരികയുള്ളൂ, ഡോണ്ട് എന്ന് കാണിക്കുന്നതിന്. അതല്ലാതെ ബാക്കി വരുന്ന 24 ഓക്സിലേഴ്സിൽ ഡു ഒഴിച്ച് നിർത്തി ബാക്കി വരുന്ന 23 ഓക്സിലറി വേർബ്സും വരില്ല എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ തുടക്കത്തിൽ ഡോണ്ട് കാണുന്നില്ല എങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് അല്ല, അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ തുടക്കത്തിലുള്ള വേർബ് ഒരു ഓക്സിലറി വേർബായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ആ ഓക്സിലറി വേർബ് സത്യത്തിൽ ഓക്സിലറി വേർബ് അല്ല എന്നും അതൊരു വേർബാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഡു മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ഓക്സിലറി വേർബ് പ്രത്യക്ഷപ്പെടും ഇതിന്റെ തുടക്കത്തിൽ, സെന്റൻസിന്റെ തുടക്കത്തിൽ. അങ്ങനെ ഒരു ഓക്സിലറി വരികയാണെങ്കിൽ ഒരേ ഒരു ഓക്സിലറി ആണ് അവിടെ വരിക, ഡു അല്ലാത്ത. പക്ഷെ ആ ഓക്സിലറി വേർബ് ഓക്സിലറി വേർബായിട്ടല്ല അവിടെ വരുന്നത്, വേർബായിട്ടാണ് വരുന്നത് എന്ന കാര്യം ഓർക്കണം. അത് സെന്റൻസ് വായിച്ച് വിവരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇക്കാര്യം ഒന്ന് ആദ്യമേ ഓർമ്മിക്കുക. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത് വേർബിന്റെ ഒന്നാമത്തെ ഫോമിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ്. അതിൻ്റെ കൂടെ സബ്ജക്റ്റ് ആയിട്ട് നൗണോ പ്രോനൗണോ ഒന്നും വരില്ല.
അങ്ങനെ ഒരു നൗണ് അല്ലെങ്കിൽ ഒരു പ്രൊനൗണ് വന്നു പോയാൽ അത് സ്റ്റേറ്റ്മെന്റ് അഥവാ അസേർട്ടീവ് സെന്റൻസ് ആയിട്ട് മാറും. വേർബിന്റെ ഒന്നാമത്തെ ഫോമിൽ തുടങ്ങുന്ന സെന്റൻസിനെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ആ വേർബിന്റെ ഒന്നാമത്തെ ഫോമിന്റെ കൂടെ നെഗറ്റീവിലുള്ള ഡോണ്ടിലെ ഡു മാറ്റി നിർത്തിയാൽ മറ്റ് ഒരു ഓക്സിലറി വേർബും ഉണ്ടാവില്ല എന്നും കൂടി നിങ്ങൾ ഓർമ്മിക്കുക. ഇവിടെ കൊടുത്ത ഒന്നാമത്തെ ഇമ്പരേറ്റീവ് സെന്റൻസ് നോക്കുക. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ഈ സെന്റൻസിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഏവർക്കും കിട്ടും, അല്ലെങ്കിൽ മിക്കവാറും എല്ലാവർക്കും കിട്ടും. ഷാൽവി ആണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷാൽവി എന്ന ക്വസ്റ്റ്യൻ ടാഗ് ലെറ്റ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. PSC പരീക്ഷകളിൽ കൂടുതലായിട്ട് വന്ന ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് ലെറ്റ്സിൽ തുടങ്ങുന്ന സെന്റൻസ്. ലെറ്റ് എന്നതൊരു വേർബാണ്. ആ വേർബിൽ തുടങ്ങിയത് കൊണ്ട് അതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആയി. ഈ ലെറ്റ്സിന് എപ്പോഴും ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ് ഷാൽ. എന്നാൽ നമുക്ക് രണ്ടാമത്തെ സെന്റൻസിലേക്ക് പോയാലോ? പ്ലീസ് ലെറ്റ് us ഗോ ഫോർ എ വാക്ക്. ഇവിടെ ഷാൽ വി ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല എന്നതാണ് ഉത്തരം. നിങ്ങൾ ഓർക്കേണ്ടത് ലെറ്റ്സിൽ അല്ലെങ്കിൽ ലെറ്റ് അസിൽ തുടങ്ങിയാൽ ഷാൽ ബി ഉപയോഗിക്കാം. പക്ഷേ ഈ ലെറ്റ്സിന്റെ കൂടെ പ്ലീസ് വന്നു പോയാൽ ഉപയോഗിക്കരുത്. കാരണം അർത്ഥത്തിൽ വരുന്ന വ്യത്യാസമാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് നടക്കാൻ പോകാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം എന്നാണ്. ഇതൊരു സജഷൻ അഥവാ നിർദ്ദേശമാണ്. നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ പറയുന്ന ആളും കേൾക്കുന്ന ആളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിൽ പറയുന്നത് പ്ലീസ് ലെറ്റ് us ഗോ ഫോർ എ വാക്ക് എന്നാണ്. ദയവായി ഒന്ന് നടക്കാൻ പോകുന്നതിന് ഞങ്ങളെ അനുവദിക്കുക, ഞങ്ങൾക്ക് അനുവാദം തരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഈ ചോദ്യം ചോദിക്കുന്നതാരാണോ അയാളെ അതിൽ ഉൾപ്പെടുന്നു. ചോദ്യം കേൾക്കുന്ന ആള് ഉൾപ്പെടുന്നില്ല, നടക്കാൻ പോകുന്നില്ല. ചോദ്യം കേൾക്കുന്ന ആള് അതിന് അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്, നിങ്ങൾ നടക്കാൻ പോയിക്കോളൂ. ഇതാണ് വ്യത്യാസം. ലെറ്റിന് അനുവദിക്കുക എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. എന്നാൽ ലെറ്റ്സിന് അനുവദിക്കുക എന്ന അർത്ഥം വരുന്നില്ല. ലെറ്റ്സ് എന്ന് വരുമ്പോൾ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, നമുക്ക് ഒന്ന് നടക്കാൻ പോകാം എന്ന് പറഞ്ഞത് ഒന്ന് പോയിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അതാണ് അവിടെ ഷാൽ ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് പോയാലോ, നമുക്കൊന്ന് നടക്കാൻ പോകാം, ഒന്ന് പോയിക്കൂടെ, ഒന്ന് പോയാലോ എന്നുള്ള അർത്ഥത്തിലേക്ക് കടക്കുന്ന ക്വസ്റ്റ്യൻ ടാഗാണ് ഷാൽ ബി. രണ്ടാമത്തിൽ പറയുന്നത് ഞങ്ങളെ പോകാൻ അനുവദിക്കുക, എന്നിട്ട് ചോദിക്കുന്നത് വില്ലിയോ, നിങ്ങൾ അനുവദിക്കുമോ.
ഞങ്ങളെ പോകാൻ അനുവദിക്കുമോ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം വരുന്നത്. ഒന്നാമത്തിൽ ഷാൽവി ചേർക്കുമ്പോൾ നമുക്ക് നടക്കാനൊന്ന് പോയിക്കൂടെ എന്നാണ് അതിനർത്ഥം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടക്കാനൊന്ന് പോയാലോ എന്നുള്ള അർത്ഥവും എടുക്കാം. ഇതാണ് ഓർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ലെറ്റിൽ ഒരു സെന്റൻസ് തുടങ്ങി കഴിയുമ്പോൾ അവിടെ ലെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാൽവി വെക്കാം. എന്നാൽ ആ ലെറ്റ്സിന്റെ കൂടെ പ്ലീസ് ലെറ്റ്സ് എന്ന് വരില്ല, പ്ലീസ് ലെറ്റസ് എന്ന് സെപ്പറേറ്റ് ആയിട്ടേ വരൂ. അത് ഓർക്കണം. ഇവിടെ പരീക്ഷയിലെ ലെറ്റ്സ് എന്ന് മാത്രമായിട്ട് ലെറ്റ്സ് എന്ന് ഒന്നിച്ച് വന്നാലും ലെറ്റസ് എന്ന് വന്നാലും നിങ്ങൾ ഷാൽവി എടുത്ത് എഴുതിയാൽ മതി. എന്നാൽ ഈ ലെറ്റസിന്റെ കൂടെ പ്ലീസ് വന്നു പോയാൽ നിങ്ങൾ വില്ലിയോ എഴുതണം. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കട്ടെ. മൂന്നാമത്തെ സെന്റൻസ് ലെറ്റ് മീ ഹാവ് എ ലുക്ക്. ഈ ലെറ്റ് മീ ഹാവ് എ ലുക്ക് എന്നുള്ളത് 2011 ആലപ്പുഴയിൽ നടന്ന LDC പരീക്ഷയിൽ വന്ന ഒരു ചോദ്യമാണ്. ഈ ലെറ്റ് കണ്ട ഉടനെ നമുക്ക് ഈ ലെറ്റ് മീ എന്ന് കാണുമ്പോൾ ഷാലൈ എന്നൊരു ഉത്തരം കടന്നു വരുന്നുണ്ട്. പലയിടത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്. പല പുസ്തകങ്ങളിലും ലെറ്റ് മീക്ക് ഷാലൈ ഉപയോഗിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ ഉള്ള ഓപ്ഷൻ ഡു യു, വിൽ യു, ഹാവ് യു, ഹാവിൻറ്റ് യു എന്നാണ്. ഇവിടെ ഹാവ് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് ഹാവിൻറ്റ് യു എന്ന ഓപ്ഷൻ എടുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് പറ്റില്ല. അതിനുള്ള കാരണം എന്താണെന്ന് പറയാം. ഈ ലെറ്റ് മീ ഹാവ് എ ലുക്കിൻ്റെ ക്വസ്റ്റ്യൻ ടാഗും വില്യു ആണ്. അപ്പോൾ പ്ലീസ് ലെറ്റസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വില്യു ആണ്. ലെറ്റ് മീ ഹാവ് എ ലുക്കിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വില്യു ആണ്. നാലാമത്തെ ചോദ്യം എടുത്താൽ ലെറ്റ് ഹിം ഗോ ടു ദ സിനിമ. അവിടെയോ ഷാൽ ഹി ആണോ വേണ്ടത്? ലെറ്റ് അസിന് അസ് നമ്മൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അറിയാൻ പറ്റാം. അസ് ഒബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്ന ഒരു പ്രോനൗൺ ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ സബ്ജക്റ്റ് വി ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് എന്നിവയാണ് ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത്. അതിന്റെ മറ്റ് ഫോംസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അസിനെ നമ്മൾ വി ആക്കുന്നു. എന്നിട്ട് ഷാൽവി എന്ന് പറയുന്നത് പോലെ ലെറ്റ് മീന ഐ ആക്കിയിട്ട് ഷാലായി എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ഈ ഉത്തരത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ഇനി ലെറ്റ് ഹിം വന്നാൽ ഹിമ്മിനെ ഹി ആക്കി മാറ്റിയിട്ട് ഷാൽ ഹി എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ചില പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട് ഷാൽ ഹി എന്ന് ഉപയോഗിക്കാമെന്ന്. സത്യത്തിൽ ഷാൽ ഹി അല്ല വേണ്ടത്, വില്യു തന്നെയാണ് ഇവിടെ വേണ്ടത്. നമ്മൾ പൊതുവെ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ കാണിക്കാൻ ഐയുടെയും വിയുടെയും കൂടെയാണ് ഷാൽ ഉപയോഗിക്കുക. മറ്റുള്ള അതായത് യു ആയാലും ഹി ആയാലും ഷീ ആയാലും ഇറ്റായാലും ദയ്യായാലും ഒക്കെ വില്ല് ഉപയോഗിക്കണം എന്ന് പൊതുവെ പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു അറിവ് വെച്ച് നോക്കിയാൽ മീയുടെ കൂടെ നമ്മൾ അയ്യാക്കിയിട്ട് ഷാലായി എന്ന് ഉപയോഗിച്ചാൽ അത് അയ്യുടെ കൂടെ ഷാൽ ഉപയോഗിക്കാമല്ലോ എന്ന് പറയാം. എന്നാൽ ഹിയുടെ കൂടെ എങ്ങനെയാ ഷാൽ ഉപയോഗിക്കാം? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ലെറ്റ് ഹിമ്മിന് ഷാൽ ഹി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഹിയുടെ കൂടെ ഷാൽ ഉപയോഗിക്കില്ലല്ല, വില്ലി ഉപയോഗിക്കണം. ഇനി ലെറ്റ് ഹിമ്മിന് പകരം ലെറ്റ് ഹെർ ഗോ ടു ദ സിനിമ എന്ന് വന്നാൽ അവിടെ ഷാൽ ഷീ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, വില്യു എന്ന് തന്നെ ഉപയോഗിക്കണം. ഇനി ലെറ്റ് ദം എന്ന് വരും. ലെറ്റ് ദം ഗോ ടു ദ സിനിമ എന്ന് പറഞ്ഞാലും വില്യു ഉപയോഗിക്കണം, അല്ലാതെ ഷാൽ ദേ എന്ന് ഉപയോഗിക്കാൻ
കഴിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെയൊക്കെ വില്യു ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ ടാഗിലെ ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ ചോദ്യം വന്നാൽ നിങ്ങൾ ഓർക്കേണ്ടത് വിൽ, ക്യാൻ, അതുപോലെ വില്ലിന്റെ പാസ്റ്റ് ഉണ്ട് വുഡ്, ക്യാനിന്റെ പാസ്റ്റ് ഉണ്ട് കുഡ്, പിന്നെ ഇതിന്റെ നെഗറ്റീവും ഉണ്ട്. ഇവയൊക്കെ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ PSC പരീക്ഷകളിലെ 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻ ടാഗ് മാത്രമേ ഇതുവരെ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളൂ. അവ ഒന്ന് വില്യു ആണ്, മറ്റൊന്ന് അതിൻ്റെ നെഗറ്റീവായ വോണ്ടീവ് ആണ്, മൂന്നാമത്തത് ക്യാനിൻ്റെ നെഗറ്റീവായ കാണ്ടീവ് ആണ്. വുഡ് യു, കുഡ് യു, ക്യാൻ യു ഇവ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ചോദ്യം വന്നതായി കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ വുഡിയൊന്നും വുഡിൻ്റെയൊന്നും ക്യാനിയൊന്നും അതുപോലെ തന്നെ കുഡിയൊന്നും കുഡിൻ്റെയൊന്നും ഒക്കെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. പക്ഷെ അവൊന്നും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ PSC ക്വസ്റ്റ്യൻസിലും ഇവയൊന്നും വരാറില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇമ്പരേറ്റീവ് സെന്റൻസിൽ ലെറ്റ്സിന് മാത്രമേ ഷാൽവി ഉള്ളൂ. ലെറ്റ്സ് ഒഴികെയുള്ള ഒരു ഇമ്പരേറ്റീവ് സെന്റൻസിലും ഷാൽ എന്ന ഓക്സിലറി വേർബോ വി എന്ന പ്രോനൗണോ ഉപയോഗിക്കുന്നില്ല. മറിച്ച് ലെറ്റ്സിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ എല്ലാ ഇമ്പരേറ്റീവ് സെന്റൻസിലും ഉപയോഗിക്കുന്ന പ്രോനൗണ് യു മാത്രമാണ്. അതിൻ്റെ കൂടെ വരുന്ന ഓക്സിലറി വേർബ് ഒന്നുകിൽ വില്ല്, അല്ലെങ്കിൽ വോണ്ട്, അല്ലെങ്കിൽ കാണ്ട്. ഈ 3-1 ഇവയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വില്യു ആണ്. ഇക്കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. ഇതുകൊണ്ടാണ് ഈ ഇമ്പരേറ്റീവ് സെന്റൻസിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാത്തത്. കാരണം ഈ 3-1 ഉത്തരം കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ ലെറ്റ്സിന് ഷാൽവിയ എന്നുള്ളത് ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാവുന്ന അത്രയും സുപരിചിതമായ ഒരു ചോദ്യവും ഉത്തരവാണല്ലോ. ഇക്കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന് പ്രത്യേകമായ നിയമങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ഘട്ടത്തിൽ ചിലത് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു സാധാരണ സെന്റൻസ് എടുക്കുക. 5ാമത്തെ സെന്റൻസ് എടുക്കുക. 5ാമത്തെ സെന്റൻസ് ഗെറ്റ് ദ ഫോൺ ഫോർ മീ. അപ്പൊ ഈ ഗെറ്റ് ദ ഫോൺ ഫോർ മീയിൽ നമുക്ക് വില്ലി ഒന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാനി ഒന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പാസ്റ്റായിട്ട് വരുന്ന വുഡി ഒന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുഡി ഒന്ന് ഉപയോഗിക്കാം. ഇനി ഇങ്ങനെ ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പലതും ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. കൂടുതൽ ഉപയോഗിക്കുന്നത് വില്യു ആണ്. ഇവക്കൊക്കെ അതേ ഒരേ അർത്ഥമാണ് വരുന്നത്. ഇപ്പം വില്യു ഗെറ്റ് ദ ഫോൺ ഫോർ മീ എന്നതാണ് ആ വില്യു എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വുഡ് വെക്കുമ്പോൾ വുഡ് യു ഗെറ്റ് ദ ഫോൺ ഫോർ മീ എന്നുള്ള അർത്ഥം വരും. അതുപോലെ ക്യാൻ വെക്കുമ്പോൾ ക്യാൻ യു ഗെറ്റ് ദ ഫോൺ ഫോർ മീ എന്ന് വരും. അതുപോലെ കുഡ് യു എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നതെങ്കിൽ അത് തിരിച്ചു വെച്ചിട്ട് കുഡ് യു ഗെറ്റ് ദ ഫോൺ ഫോർ മീ എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ PSCയിൽ വില്യു, വോണ്ട് യു, കാണ്ട് യു ആണ് ഉപയോഗിക്കാം. അതിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വില്യു എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നമ്മൾ ഇമ്പരേറ്റീവിൽ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് നെഗറ്റീവ് ഇമ്പരേറ്റീവിലാണ്. 7ാമത്തെ ചോദ്യം നോക്കുക. 7ാമത്തെ ചോദ്യം പറയുന്നത് ഡോണ്ട് ബി ലേറ്റ് ഫോർ ദ ക്ലാസ്. ഇതൊരു നെഗറ്റീവ് ഇമ്പരേറ്റീവാണ്. ഡോണ്ടിൽ മാത്രമേ നെഗറ്റീവ് ഇമ്പരേറ്റീവ് വരൂ. ഇതിനെ നമ്മൾ ഒരിക്കലും നെഗറ്റീവ്
ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഉപയോഗിക്കേണ്ടത് വില്ല് മാത്രമാണ്. അവിടെ വോണ്ട് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കാണ്ടി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വേറെ ഓക്സിലറി ഒന്നും ഉപയോഗിക്കേണ്ട, വില്ല് ഒന്ന് മാത്രം ഉപയോഗിക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ രണ്ടാമത്തെ ചോദ്യത്തില് പ്ലീസ് ലെറ്റസ് ഗോ ഫോർ എ വോക്കില് നമുക്ക് ഷാല് വേണ്ടാന്ന് മനസ്സിലാവും, ഷുഡ് വേണ്ടാന്ന് മനസ്സിലാവും, വില്ലേ വേണ്ടോന്ന് മനസ്സിലാകുന്നുണ്ട്. മൂന്നാമത്തെ ലെറ്റ് മീല് നോക്കുക, ഡു ഉണ്ട്. ഓർക്കുക, ഇമ്പറേറ്റീവ് സെൻസിലെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഡു വരില്ല, ഹാവ് വരില്ല, വില്ല്, കാൺട്ട്, വോണ്ട് ഇവയിൽ ഒന്നേ വരും എന്ന് ഓർക്കുക. ഇപ്പൊ സാധാരണ ഓപ്ഷനിൽ ഇവയിൽ ഒന്നാന്നുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ഓപ്ഷനിൽ വില്ല് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ആ വില്ല് തന്നെയാണ് ഉത്തരം. ഇനി വോണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ആ വോണ്ട് തന്നെ ഉത്തരം. അതല്ല കാണ്ടി എന്ന് മാത്രമേ ഉള്ളെങ്കിൽ കാണ്ടി എന്ന് മാത്രമാണ് ഉത്തരം. പക്ഷെ ചില ഘട്ടത്തിൽ ഇതിൽ രണ്ടെണ്ണം വന്നേക്കും. അന്നേരം എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ ചെയ്യണം? ഈ മൂന്ന് വില്ലിയോ വോണ്ടിയോ കാണ്ടിയോ തമ്മിൽ പ്രയോഗത്തിൽ വല്ല വ്യത്യാസവും ഉണ്ടോ എന്ന കാര്യമാണ് നമുക്കിനി നോക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു പോസിറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ കൂടെ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ കൂടെ വില്ല് ഉപയോഗിച്ചാൽ മതി. നെഗറ്റീവ് ഇമ്പറേറ്റീവ് ആണെങ്കിൽ വില്ല് തന്നെ ഉപയോഗിക്കണം. അവിടെ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കാൻ പറ്റില്ല, പോസിറ്റീവ് ടാഗ് ഉപയോഗിക്കണം. എന്നാൽ പോസിറ്റീവ് ഇമ്പറേറ്റീവിന്റെ കൂടെ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അവിടെ പോസിറ്റീവും ഉപയോഗിക്കാം. സാധാരണയിൽ ഉപയോഗിക്കുന്നത് വില്ലിയോ ആണ്. ഉദാഹരണത്തിന് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ടാഗ് വില്ലിയോ ആണ്. ഇനി ഈ വില്ലിന്റെ നെഗറ്റീവായ വോണ്ട് എവിടെ ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ, വോണ്ട് ഉപയോഗിക്കുന്നത് വോണ്ടും വില്ലിയും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം നമ്മൾ എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ടും ഉപയോഗിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പം എട്ടാമത്തെ ചോദ്യം നോക്കുക. ഈ എട്ടാമത്തെയും ഒമ്പതാമത്തെയും പത്താമത്തെയും ചോദ്യം നോക്കിയാൽ ഇക്കാര്യം മനസ്സിലാവും. ഇവിടെ ഈ മൂന്ന് ചോദ്യങ്ങളും പി എസ് സി പരീക്ഷയിൽ വന്ന ചോദ്യങ്ങളാണ്. ഇവിടെ എട്ടാമത്തെ ചോദ്യം നോക്കുക, ഹാവ് സം മോർ കോഫി. ഇവിടെ ഹാവ് കാണുമ്പോൾ നമ്മളത് ഹാവാണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരേണ്ടതെന്നുള്ള ചിന്ത ഒരിക്കലും വരരുത്. അങ്ങനെ വന്നു പോയാൽ നമ്മൾ ഒമ്പതാമത്തെ ചോദ്യത്തിലെ, എട്ടാമത്തെ ചോദ്യത്തിലെ ഓപ്ഷനിൽ ഇല്ല, ഒമ്പതാമത്തെ ചോദ്യത്തിലെ ഹാവിൻ ഡ്യൂ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹാവിനെ ഒരു ഓക്സിലറി കണ്ടുപോയാൽ നമ്മൾ ഹാവിൻ ഡ്യൂ അങ്ങ് എടുത്തേക്കും. ഇവിടെ ഹാവ് ഓക്സിലറി വേർബ് അല്ല, ഹാവ് വേർബാണ്. ഇങ്ങനെ വരുന്ന ഒരേ ഒരു ഓക്സിലറി വേർബാണ് ഹാവ്. അപ്പോൾ ഒരു സെന്റൻസിന്റെ ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ തുടക്കത്തിൽ ഹാവ് കണ്ടാൽ ആ ഹാവ് ഓക്സിലറി വേർബ് അല്ല, അത് കുടിക്കുക അല്ലെങ്കിൽ തിന്നുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർബാണ് എന്ന് ഓർക്കുക. അപ്പോൾ വേർബിൽ തുടങ്ങുന്ന ഇമ്പറേറ്റീവ് സെന്റൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ ടാഗ് വില്യു അല്ലെങ്കിൽ വോണ്ടിയു അല്ലെങ്കിൽ കാണ്ടിയു ആണല്ലോ. അപ്പൊ ഇവിടെ എട്ടാമത്തെ ചോദ്യത്തില് ഹാവ് സം മോർ കോഫി, കുറച്ചുകൂടി കാപ്പി കുടിക്കൂ അല്ലെങ്കിൽ കുറച്ചുകൂടി കാപ്പി കഴിക്കൂ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരാളെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ കാപ്പി ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ വില്യു ആണ് ഉള്ളത്. എന്നാൽ ഇതേ ചോദ്യം തന്നെ മറ്റൊരു പരീക്ഷയിൽ വരുന്നു. അവിടെ കോഫിക്ക് പകരം റൈസ് ആണ്, ചോറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ഹാവ് സം മോർ റൈസ് എന്നാണ്. അവിടെ കൊടുത്ത ഓപ്ഷൻസിൽ വില്യുവിനെ കാണുന്നില്ല, പകരം വോണ്ടിയു ആണുള്ളത്. ഇവിടെയും
ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ വരുന്ന സമയത്ത് വില്ല് യു ഉപയോഗിക്കാം, വോണ്ട് യു ഉപയോഗിക്കാം എന്ന നിയമം ഓർക്കുക. ഇവിടെ വോണ്ട് യു വന്നു. 10ാമത്തേതിലും ഹാവ് അനദർ കപ്പ് ഓഫ് കോഫി ആയി. ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ, സംഭവമൊക്കെ ഏതാണ്ട് ഒന്ന്. അപ്പൊ ഈ ഹാവ് അനദർ കപ്പ് ഓഫ് കോഫി, ഒരു കപ്പ് കാപ്പി കൂടി കുടിക്കൂ എന്ന് പറയുമ്പോൾ അത് ഒരാളെ കുടിക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വില്ല് ഉപയോഗിക്കാം, വോണ്ട് യു ഉപയോഗിക്കാം. ഇവിടെ കൊടുത്ത ഓപ്ഷനിലുള്ളത് വോണ്ട് യു ആണ്. അപ്പോൾ ഓർക്കേണ്ടത്, എന്തെങ്കിലും ഓഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫറിനെ കാണിക്കുന്നതോ ഇൻവിറ്റേഷനെ കാണിക്കുന്നതോ ആയ ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ വില്ല് യു ഉപയോഗിക്കാം, വോണ്ട് യു ഉപയോഗിക്കാം. ഇവ രണ്ടും ഉപയോഗിക്കാം എന്നതാണ്. ഇതാണ് വോണ്ട് യു വരുന്ന ഒരു സന്ദർഭം. പിന്നെ നമ്മൾ വോണ്ട് യു ഉപയോഗിക്കുന്നത് വാണിങ്, അതുപോലെ തന്നെ റിമൈൻഡർ എന്തെങ്കിലും ഓർമ്മിപ്പിക്കല്, അതുപോലെ ഗുഡ് വിഷസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വോണ്ട് യു ഉപയോഗിക്കുന്നുണ്ട്. ഈ വാണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസ് പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അത് 11ാമത്തെ സെന്റൻസ് ശ്രദ്ധിക്കുക. ബി കെയർഫുൾ വെൻ യു റൈഡ് ഓൺ എ ബൈക്ക്. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് കെയർഫുൾ ആയിരിക്കണം, വളരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് കൊണ്ട് ആ ഓപ്ഷനിൽ വോണ്ട് യു ഉണ്ട്. വേറെ ഒന്നും ഓപ്ഷനിൽ മറ്റൊന്നും ഇല്ല. ഇവിടെ വില്ല് യു ഇല്ല, അതുപോലെ തന്നെ കാണിട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വോണ്ട് യു എടുത്തതാണ്. നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ ടാഗ്സ് ഓർമ്മിച്ചാൽ മതി. വില്ല് യു പോലെ തന്നെ വോണ്ട് യു, അതുപോലെ തന്നെ കാണ്ട് യു. ഇത് 3 ഓർമ്മിക്കുക. ഇതിൽ ഒന്നാണ് സാധാരണ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ചില ഘട്ടത്തിൽ 2 വന്നു പോകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ബി കെയർഫുൾ എന്ന ഒരാളോട് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അയാൾ കെയർ ചെയ്യണം എന്നാണ്, അയാൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വോണ്ട് യു ഉപയോഗിക്കാം. അവിടെയാണ് വോണ്ട് യു ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ ഒരാളെ റിമൈൻഡ് ചെയ്യുന്നു. റിമെമ്പർ ടു പോസ്റ്റ് മൈ ലെറ്റർ എന്നൊരാളോട് പറയുന്നു, എൻ്റെ കത്ത് പോസ്റ്റ് ചെയ്യാൻ ഓർമ്മിക്കണേ എന്ന്. അവിടെ നമുക്ക് വോണ്ട് യു ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ഒരാൾക്ക് ഒരു ഗുഡ് വിഷസ് കൊടുക്കുന്നു. ഗുഡ് വിഷസ് കൊടുത്തിട്ട് ഹാവ് എ നൈസ് ഹോളിഡേ എന്ന് പറയുന്നു. ഹാവ് എ നൈസ് ഹോളിഡേ എന്ന് പറയുന്നിടത്ത് നമുക്ക് വോണ്ട് യു ഉപയോഗിക്കാം. ഇങ്ങനെയാണ് ഈ വോണ്ട് യു ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് കാണ്ട് യു ആണല്ലോ. കാണ്ട് യു സാധാരണ ഉപയോഗിക്കുന്നത് നമ്മളൊരു അനോയിഡ് ആകും, നമ്മളൊരു നീരസം കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മളൊരു ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാണ്ട് യു എന്ന് ഉപയോഗിക്കും. 12ാമത്തെ ചോദ്യം പരീക്ഷയിൽ വന്നതാണ്, ശ്രദ്ധിക്കുക. കീപ് ക്വയറ്റ്, അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടിയല്ലല്ലോ. ഈ പറയുന്ന ആൾക്കുള്ള വിഷമം, അയാളുടെ നീരസം അല്ലെങ്കിൽ അയാളുടെ ദേഷ്യം കാണിക്കാം. അപ്പൊ ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട്, ആ നീരസം ആ ഇറിറ്റേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് അയാൾ കീപ് ക്വയറ്റ് എന്ന് പറയാം. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് കാണ്ട് യു ആണ്. ഇവിടെ ഓപ്ഷൻ നോക്കുക. ഇവിടെ വില്ല് യു, നമ്മൾ പറഞ്ഞ വില്ല് യു വന്നിട്ടുണ്ട് കൂടെ. ആ വില്ല് യു ഉപയോഗിക്കണ്ട. കീപ് ക്വയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഉദ്ദേശിക്കുന്നത് പിന്നെ കാണ്ട് യു ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ നീരസം കാണിക്കുന്ന സമയത്ത്, ഒരു വിഷമം കാണിക്കുന്ന സമയത്ത് നമുക്ക് വോണ്ട് യു ഉപയോഗിക്കാമെന്നൊരു നിയമം ഉണ്ടെങ്കിലും PSCയിൽ വോണ്ട് യു അല്ല വരുന്നത്, കാണ്ട് യു ആണ് വരുന്നത്. ഇവിടെ വില്ല് യു ആണ് വന്നിട്ടുള്ളത്. വില്ല് യു എന്തായാലും ഈ നമ്മൾ ഒരു
അനോയിഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇറിറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമ്മൾക്കുള്ള ആ വിഷമം കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഇമ്പറേറ്റീവ് സെൻസിൽ വില്യൂ സാധാരണ ഉപയോഗിക്കാറില്ല. എന്നാൽ വോണ്ട് ഉപയോഗിക്കാറുണ്ട്, കാണ്ടിയോ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ പരീക്ഷയിൽ അങ്ങനെ വന്നാൽ എന്തായാലും വോണ്ടിവ് കാണ്ടിവ് ഈ സമയത്ത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ വരാനുള്ള സാധ്യതയില്ല. അവിടെ കാണ്ടിയോ ആണ് വരിക, കാണ്ടിയോ ഉപയോഗിക്കാം. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു സാധാരണ നില നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ പറഞ്ഞില്ലേ, അഞ്ചാമത്തെ സെന്റൻസ് നോക്കാം. ഗെറ്റ് ദ ഫോൺ ഫോർ മീ. ഒരു സാധാരണ സെന്റൻസ്. ഇതിൽ വിൽ യു, ഷാൽ വി, ആം ഐ, വോണ്ട് യു, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ വിൽ യു ഉപയോഗിച്ചാൽ മതി. വിൽ യു ഗെറ്റ് ദ ഫോൺ ഫോർ മീ, ആ ഫോണൊന്ന് എടുത്തു തരോ എന്നാണ് ചോദിക്കുന്നത്. വിൽ യു ഗെറ്റ് ദ ഫോൺ ഫോർ മീ, അതിനാണ് നമ്മൾ ഗെറ്റ് ദ ഫോൺ ഫോർ മീ വിൽ യു എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ടാഗ് വെക്കുന്നത്. ബ്രിങ് മീ എ ബ്ലാങ്കറ്റ്, 6ാമത്തെ ചോദ്യത്തിൽ ബ്രിങ് മീ എ ബ്ലാങ്കറ്റ്. അതിൽ പിന്നെ ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, അത് വിൽ യു മാത്രമാണ്. അതങ്ങ് എടുത്ത് എഴുതിയേക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഇമ്പറേറ്റീവ് സെൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇമ്പറേറ്റീവ് സെനൻസിനെ കുറിച്ച് നമ്മൾ കുറെ ആഴത്തിലൊന്നും പഠിക്കാനൊന്നുമില്ല. ഇമ്പറേറ്റീവ് സെനൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. താരതമ്യം എളുപ്പമായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഞാനിവിടെ ഏതെങ്കിലും ഒരു ടൈപ്പിലുള്ള സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ ഒക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം. അതിനുള്ള ഉത്തരം, അതിനുള്ള മറുപടി, അതിനുള്ള വിശദീകരണം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ടാഗുമായി ഇതുവരെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കണം. നിങ്ങൾക്ക് നാളെ ഇതിൻ്റെ ഒരു റീക്യാപ്പ് നൽകുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സംക്ഷിപ്തമായിട്ട് വിവരിക്കും. കൂടാതെ നാളെ ഈ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു 50 ചോദ്യങ്ങൾ നൽകും. ആ 50 ചോദ്യങ്ങൾക്ക് നിങ്ങളെല്ലാവരും തന്നെ ഉത്തരം കണ്ടെത്തുക. അതെല്ലാവരും ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പുരോഗതി എത്രമാത്രമെന്ന് വിലയിരുത്താൻ പറ്റൂ. അപ്പോൾ അതിന് ഉത്തരം നൽകുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്താണ് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് ഉത്തരം തെറ്റിയതെന്ന് നോക്കുക, എങ്ങനെയാണ് തെറ്റിയതെന്ന് മനസ്സിലാക്കുക. ആ കാര്യങ്ങൾ അടുത്ത ചോദ്യങ്ങൾ വരുമ്പോൾ, അടുത്ത സെറ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ ടോപ്പിക്ക് കഴിഞ്ഞല്ലോ, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ തെറ്റാതെ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഉടനെ വാട്സപ്പ് ചെയ്യുക, സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഈ ഇനിയുള്ള പിന്നെ ഒരു റീക്യാപ്പ് ഉണ്ട്, അത് നാളെ തരാം. അതിനുശേഷം റീക്യാപ്പിൽ നിന്ന് കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവും. നിങ്ങളും ഇതുവരെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി പഠിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് രാത്രിയിൽ ഒരു 50 ചോദ്യം തരും. നിങ്ങളെല്ലാവരും അതിനുള്ള ഉത്തരം നൽകണം. കാരണം നിങ്ങളെല്ലാവരും പരീക്ഷ എഴുതുന്നവരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രോഗ്രസ് ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് കണ്ടാൽ മാത്രമല്ലേ പഠിപ്പിച്ചു തരുന്ന ആൾക്കും സംതൃപ്തി ഉണ്ടാവും, സന്തോഷമുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം പരീക്ഷയിൽ വന്നാൽ തെറ്റാൻ പാടില്ല. കൃത്യമായ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയണം. ആ കഴിവിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നാളത്തെ
പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ നടത്തി തുടങ്ങുക.